പാരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസ് വളരെ ഫ്രണ്ട്ലി ആണെങ്കിലും എത്ര പാരൻസിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ തുറന്ന് സംസാരിക്കുന്നവരുണ്ട്? എന്തുകൊണ്ടാണ് ആ ഒരു തുറന്ന സംസാരം ഇല്ലാതാകുന്നത്? എവിടെയാണ് അവിടെ ഗ്യാപ്പ് ഉണ്ടാകുന്നത്? എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. അവർ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കുകയോ അല്ലെങ്കിൽ നമ്മുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ആയിരിക്കും. പൂർണ്ണമായും ഒരു ശ്രദ്ധ നമുക്ക് അവരിൽ കൊടുക്കാറില്ല. എന്നാൽ നമ്മൾ കണ്ണിൽ നോക്കി അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വളരെയധികം മനസ്സിലാക്കി ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമ്മളും ചൈൽഡും തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ ലഭിക്കും. മാതാപിതാക്കൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായിട്ടും ഇന്നത്തെ മാതാപിതാക്കൾക്ക് കേൾക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഇരുന്ന് കൊടുക്കാൻ സമയമില്ല. ഈ അടുത്തിടെ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പാരന്റ് കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്നാണ് പറഞ്ഞിട്ടാണ് വന്നത്. അവർ പല തെറാപ്പികളും ചെയ്യുകയും പല ഡോക്ടേഴ്സിനെ കാണിക്കുകയും ചെയ്തു. എന്നാൽ ബേസിക് റീസൺ നമ്മൾ കണ്ടുപിടിച്ചത് കുഞ്ഞ് വളർന്നു വരുന്ന ടൈമിൽ, അതായത് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ കൊച്ചിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ കുഞ്ഞിനെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, വാക്കുകൾ അറിയില്ല, സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് തന്നെ ഒരു മുഖത്തോട് മുഖം നോക്കി തന്നെ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ പറയുന്നത് കേൾക്കാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക. അവർ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുക, പൊളൈറ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതും അവർക്കൊരു ഭയം വരികയും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യാറുണ്ട്. പാരൻസും കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മറ്റൊരു കാര്യമാണ് കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പലപ്പോഴും പല മാതാപിതാക്കൾക്കും അതൊരു അരോചകമായിട്ടാണ് തോന്നാറ്. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ഇല്ലാതിരിക്കുകയും അവർ ഉത്തരം പറയാൻ മടിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നു. ഇത്തരമെല്ലാം പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമുക്കറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ നോക്കി പറയാമെന്നെല്ലാം പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ എൻകറേജ് ചെയ്യുകയും അതിന് തക്കതായൊരു ഉത്തരം കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളെ സംസാരിക്കുമ്പോൾ സർഗാസ്റ്റിക് ആവാതിരിക്കുക. അതായത് പെട്ടെന്ന് അവരെന്തെങ്കിലും പൊട്ടത്തരങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവർ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവരെ കളിയാക്കുന്ന തരത്തിലേക്കും, അവർ മണ്ടൻ പൊട്ടൻ പോടാ എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു ഇമോഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. അതായത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സമയം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടോക്ക് എപ്പോഴും വീട്ടിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സമയം അതിനു വേണ്ടി ഫിക്സ് ചെയ്യുക. കമ്മ്യൂണിക്കേഷനാണ് എല്ലാ ബന്ധങ്ങളുടെയും ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ബെറ്റർ ആക്കാനായിട്ട് നോക്കുക.